കർത്താവിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനെന്ന് തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 39-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു എന്ന് യേശു പറഞ്ഞു. കാണാത്തവർ കാണാനും കാണുന്നവർ കുരുടരാകാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിലേക്ക് വന്നു എന്ന് യേശു പറഞ്ഞു. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു കുരുടന് സംഭവിച്ച ഒരു വിടുതലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ വാക്യം, അവൻ കടന്നു പോകുമ്പോൾ ജന്മന കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ. അപ്പോൾ ആ ഒരൊറ്റ വാക്യം മാത്രം ഒന്ന് എടുത്തു വെക്കുകയാണ്. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. അപ്പം നമ്മൾ യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് അവൻ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവ് എന്തിലൂടെ കടന്നു പോയി, യേശു ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയി, യേശു ഏത് അവസ്ഥയിലൂടെ കടന്നുപോയി എന്ന് മനസ്സിലാക്കണമെങ്കിൽ 8-ാം അധ്യായം നോക്കണം. 8-ാം അധ്യായം കഴിഞ്ഞാണ് 9-ാം അധ്യായം. 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം പെട്ടെന്നൊന്ന് വായിക്കാമോ? 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. പരീശന്മാർ അവനോട്, നീ നിന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു, നിന്റെ സാക്ഷ്യം സത്യമല്ല എന്ന് പറഞ്ഞു. ഒരു കൂട്ടം പരീശന്മാർ യേശു കർത്താവിനെ നോക്കിയേച്ച് പറയുന്നു, നീ നിന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങളൊന്നും തന്നെ നേരല്ല, സത്യമല്ല. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ശുശ്രൂഷയെ, കർത്താവിൻ്റെ സാക്ഷ്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ യേശു കടന്നു പോവുകയാണ്. 41-ാമത്തെ വാക്യം, 41-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല. ഞങ്ങൾ വ്യഭിചാരത്തിൽ, പരസംഗത്തിൽ, ഫോണിക്കേഷനിലൂടെ ഞങ്ങൾ ജനിച്ചവരല്ല. പിന്നെയോ, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ. സത്യമായിട്ടും ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയൊരു വാചകമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കൊറ്റ അപ്പനേ ഉള്ളൂ. നിന്റെ പിതാവ് ആരാന്ന് നിനക്കറിയാവോ? ആരാ നിന്റെ അപ്പൻ? നിന്റെ അമ്മ മറിയം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നീ ജനിച്ചതല്ലേ? ഇവർക്കറിയാവോ പരിശുദ്ധാത്മാവിലാ ജനിച്ചതെന്ന്? ഇവർക്കറിയാമോ യേശു ദൈവപുത്രനാണെന്ന്? അറിഞ്ഞുകൂടാ. അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞുകൊണ്ടുമൊക്കെ യേശുവിനെ ആക്ഷേപിക്കുകയാണ്. ഞങ്ങൾ പരസംഗത്തിൽ ജനിച്ചവരല്ല. ഇത് നിങ്ങൾ എന്നെ കേൾക്കുമ്പോഴേ, പരസ്യമായിട്ട് ഒരാൾ നിന്റെ സാക്ഷ്യം ശരിയല്ലെന്നും, നീ കള്ളനാന്നും, നിന്റെ അപ്പൻ ആരാന്ന് നിനക്ക് അറിയാവോടാന്നും ഒക്കെ പരസ്യമായി ചോദിച്ചാൽ അപമാനമാണോ അല്ലയോ? പറയുന്ന ഉറപ്പായിട്ടുമാണ് യേശു അങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയത്. വാക്യം 48. യഹൂദന്മാർ അവനോട്, നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത്. അവിടെ കൊണ്ടും തീർന്നില്ല. നിന്റെ മേളിൽ കറക്റ്റ് ആത്മാവല്ല, നിന്റെ മേളിൽ ഭൂതമാണ്, നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. നിനക്ക് ഭൂതമാണ് എന്ന് പറഞ്ഞു. ഇൻസൾട്ടാണോ? എല്ലാവരും എന്നെ നോക്കിയേ. നമ്മൾ ഒറ്റ വാക്യം വായിച്ചോളൂ. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ മനുഷ്യനെ കണ്ടു. 9-ാം അധ്യായം 1-ാം വാക്യം അത് പറയുമ്പോൾ 8-ാം അധ്യായത്തിലെ സംഭവം നമ്മൾ അറിയുന്നില്ല. സാക്ഷ്യമില്ലാത്തവനെന്ന് വിളിച്ചവരുടെ ഇടയിലൂടെ കടന്നുപോയി. വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചവരുടെ ഇടയിലൂടെ കടന്നുപോയി. ഭൂതമുണ്ടെന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ കടന്നുപോയി. തീർന്നില്ല. 49, 52 വാക്യങ്ങൾ. അതിന് യേശു, എനിക്ക് ഭൂതമില്ല, ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുക അത്രേ ചെയ്യുന്നത്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു. പരസ്യമായി യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അപമാനിക്കുകയാണ്, നിങ്ങളോ എന്നെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞു. വാക്യം 57, 59. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? നീ ഒരു കൊച്ചു പയ്യനാ, നിനക്ക് വയസ്സ് 10-30 കഴിഞ്ഞേച്ചേ ഉള്ളൂ. 33.5 വയസ്സിലാണല്ലോ കർത്താവ് ക്രൂശിതനാകുന്നത്. നീ ഒരു ചെറുപ്പക്കാരനാ, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ? നിനക്ക് പക്വതയുണ്ടോ? നീ പക്വതയില്ലാതെ സംസാരിക്കുന്നവനാണ്. ഒന്നോർത്ത് എന്തെല്ലാം യേശുവിനെ കുറിച്ച് പറഞ്ഞെന്ന്. വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞു, ഭൂതമുണ്ടെന്ന് പറഞ്ഞു, സാക്ഷിയില്ലാത്തവനാന്ന് പറഞ്ഞു, അപമാനിച്ചു.
ഇപ്പൊ ദാ പറയുന്നു, നീ പക്വതയില്ലാത്തൊരു പയ്യനാ, നീ അപക്വമായി സംസാരിക്കരുത്, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വാക്യം 59. അപ്പോൾ അവർ അവനെ എറിയുവാൻ കല്ലെടുത്തു. 59 വാക്യങ്ങൾ കൊണ്ട് 8-ാം അധ്യായം തീരുകയാണ്. തീർന്നോ? 8-ാം അധ്യായം തീർന്നോ? 59 വാക്യം കൊണ്ട് 8-ാം അധ്യായം തീർന്നോ? കഴിഞ്ഞോ പാസ്റ്റേ? ഇനി 9-ാം അധ്യായം 1-ാം വാക്യം എന്നാ പറയുന്നത്? അവൻ കടന്നു പോകുമ്പോ. അപ്പം എന്തിലൂടെ കടന്നുപോയി? എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെ യേശു കടന്നു പോകുമ്പോഴും, വ്യഭിചാരപുത്രൻ എന്ന് വിളിച്ചവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും, അപമാനിക്കുന്നവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും, ഭൂതമുണ്ടെന്ന് നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞവരുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോഴും, അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് ആ കരത്തിനുണ്ടായിരുന്നു. അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് ആ കരത്തിനുണ്ടായിരുന്നു. ഓ, ഇന്ന് പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്ന കുടുംബങ്ങളോട് വ്യക്തമായി അറിയിക്കുന്നൊരു സത്യമുണ്ട്. നിനക്ക് വിരോധമായി നിൽക്കുന്ന നിന്റെ ശത്രുവിനേക്കാൾ നിന്റെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നോ? നിനക്കെതിരെ നിൽക്കുന്ന സകല പൈശാചിക ബന്ധനത്തെക്കായാലും, സകല സാത്താനിയ ബന്ധനങ്ങളെക്കായാലും, സകല രോഗത്തിന്റെ കെട്ടുകളെക്കായാലും നീ വിശ്വസിക്കുന്ന കർത്താവ് ശക്തനാണ്. എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കരത്തിന് ചെയ്യാൻ കഴിയാത്തത് യേശുവിന്റെ കരത്തിന് ചെയ്യാൻ കഴിയുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഏതെങ്കിലും ഗോലിയാത്തുമാരെ നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ, ഈ നിലയിൽ ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ആ പ്രതിസന്ധിയുടെ നടുവിലൂടെ നീ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും നിന്നെ എതിർക്കുന്നവർക്കില്ലാത്ത ഒരു പവർ, നിന്നെ എതിർക്കുന്നവർക്കില്ലാത്ത ഒരു ശക്തി, നിന്നെ വിമർശിക്കുന്നവർക്കില്ലാത്ത ഒരു അഭിഷേകം നിന്റെ മേളിൽ വ്യാപരിക്കുന്നു എന്ന് തിരിച്ചറിയുക. എനിക്ക് വിരോധമായി നിൽക്കുന്ന ആഭിചാരകന്മാരെക്കാൾ, എനിക്കെതിരെ നിൽക്കുന്ന പൈശാചിക വൃന്ദങ്ങളെക്കാൾ, എന്റെ പരാജയം കാണാൻ കൊതിക്കുന്ന എന്റെ ശത്രുക്കളെക്കാൾ ശക്തനാണ് എന്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നു. യേശുവിനെ എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന് അമ്മന്റെ കണ്ണു തുറക്കാൻ പറ്റുമോ? ചെകിടന്റെ ചെവി ഏൽപ്പിക്കാൻ പറ്റുമോ? ഊമനെ സംസാരിപ്പിക്കാൻ പറ്റുമോ? മരിച്ചവനെ ഉയർപ്പിക്കാൻ പറ്റുമോ? നിന്നെ എറിയാൻ കയ്യിൽ കല്ലുമായി നടക്കുന്നവനില്ലാത്തൊരു കരുത്ത് നിന്റെ കരത്തിലുണ്ട്. കർത്താവിന്റെ പുറകെ നടന്ന് അപമാനിക്കുമല്ലായിരുന്നോ? നിന്നെ ആരെങ്കിലും പുറകെ നടന്ന് അപമാനിക്കുന്നോ? എന്താ കാരണം? നീ അവന്റെ മുമ്പിലായതുകൊണ്ടാ. നിന്നെ ആരെങ്കിലും പുറകിലൂടെ കുത്തുന്നോ? നിന്നെ ആരെങ്കിലും പുറകിലൂടെ വേദനിപ്പിക്കാൻ വരുന്നോ? വേറെ ഒന്നുമല്ല, അവൻ പുറകിൽ നിന്ന് കുത്തുന്നത് നീ മുന്നിലായത് കൊണ്ടാണ്. നിന്നെ മുന്നിൽ നിന്ന് പുറകിലാക്കാൻ അവൻ ശ്രമിക്കുന്ന ഓരോ ശ്രമവും നടക്കുകയില്ല. കാരണം നിന്റെ മേൽ കിടക്കുന്നത് തമ്പുരാന്റെ അഭിഷേക. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. അപമാനിക്കുന്നവന്റെയും എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെയും കൈക്കില്ലാത്ത കരുത്ത്, കുരുടന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത് നസ്രായന്റെ കൈക്കുണ്ടായിരുന്നു. എറിയുന്നവൻ എല്ലാ കാലവും എറിയാനേ അറിയുള്ളൂ. പക്ഷെ എറിയുന്നവൻ അറിയാത്തത് ചിലത് നിനക്കറിയാം. ചില മണിക്കൂറുകളുടെ, ചില മിനിറ്റുകളുടെ
പ്രതികൂലത്തിലൂടെ കടന്നുപോയ യേശു ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവനെ കാണുകയാണ്. നിങ്ങൾ ആ രംഗം ശ്രദ്ധിക്കുന്നോ? സാക്ഷ്യമില്ലാത്തവനെന്ന് വിളിച്ചവരവിടെ നിപ്പുണ്ട്. വ്യഭിചാരപുത്രൻ എന്ന് പറഞ്ഞവരവിടെയുണ്ട്. ഭൂതമുണ്ടെന്ന് വിളിച്ചവരുണ്ട്. അപമാനിച്ചവരുണ്ട്. ശമര്യനെന്ന് പറഞ്ഞവരുണ്ട്. പക്വതയില്ലാത്തവനെന്ന് പറഞ്ഞവരുണ്ട്. എറിയാൻ കയ്യിൽ കല്ലുമെടുത്ത് നിൽക്കുന്നവരുണ്ട്. ഇവരെല്ലാം നിൽക്കുമ്പോഴും അവന്റെ കയ്യിൽ എത്ര കല്ലുണ്ടെന്നല്ല യേശു നോക്കിയേ, ആർക്കെങ്കിലും വിടുതൽ വേണമെന്നാണ്. മനസ്സിലായില്ലല്ലേ? എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവന്റെ കല്ലെണ്ണാനല്ല തമ്പുരാൻ നിന്നെ വിളിച്ചത്, അന്ധന്റെ കണ്ണു തുറക്കാനാണ് എന്ന ബോധ്യമുണ്ടായിരുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. നിന്റെ സാഹചര്യത്തിലേക്കല്ല, നിന്റെ ചുറ്റും നിന്നെ വെല്ലുവിളിക്കുന്നവരിലേക്കല്ല നീ നോക്കേണ്ടത്, നിന്നിൽ കിടക്കുന്ന അഭിഷേകത്തിലേക്കും വിളിയിലേക്കും നീ നോക്കുക. അതിനെ ഓവർകം ചെയ്യാൻ ഒരു ശക്തികൾക്ക് കഴിയില്ല. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു വർഷങ്ങളുടെ പ്രതിസന്ധിയെ നേരിടുന്നവനെ കാണുകയാണ്. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ, മണിക്കൂറുകളുടെ അപമാനങ്ങളിലൂടെ നടക്കുന്ന നസ്രായൻ ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവനെ കാണുകയാണ്. ഇന്ന് പകൽ നിന്നോട് ദൈവാത്മാവ് അറിയിക്കുന്നു, ചില മാസങ്ങളുടെ, മണിക്കൂറുകളുടെ പ്രതികൂലത്തെ നീ വ്യക്തിപരമായി നേരിട്ടെങ്കിൽ നിന്നിലൂടെ വർഷങ്ങളായി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയും. മാസങ്ങളുടെ, ആഴ്ചകളുടെ പ്രതികൂലത്തിലൂടെ പോകുന്നുവോ? മാസങ്ങളുടെ, ആഴ്ചകളുടെ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ പോകുന്നുവോ? മാസങ്ങളുടെ, ആഴ്ചകളുടെ, മണിക്കൂറുകളുടെ പ്രതിസന്ധിയെ നേരിടുന്നവരോട് ആത്മാ പറയുന്നു, നീ ആ പ്രതിസന്ധിയെ പ്രാർത്ഥനയോടെ നേരിട്ടാൽ വർഷങ്ങളായി വിടുതൽ അനുഭവിക്കാതെ കിടക്കുന്ന ചിലതിന്റെ വിടുതലിന് വേണ്ടി ദൈവത്തിന്റെ കരം നിന്നെ ഉപയോഗിക്കും. നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങൾ ശക്തരാണ്. ഏലാ താഴ്വരയിൽ ഗോലിയാത്ത് വെല്ലുവിളിക്കുമ്പോഴും നിന്നെ തീർത്ത് കളയുമെന്ന് പറയുമ്പോഴും ദാവീദേ നീ ശക്തനായി. എന്നെ കാണുന്ന കുടുംബത്തോട് കർത്താവ് പറയുന്നു, ഇന്ന് ഈ പ്രതികൂലത്തിലൂടെ നീ കടന്നു പോകുമ്പോഴും, എല്ലാം കഴിഞ്ഞു എന്ന് നീ പറയുമ്പോഴും, ഞാൻ ബലഹീനയാണെന്ന് നീ അറിയിക്കുമ്പോഴും, നീ അറിയാത്തൊരു പവർ, ഒരു പവർ, ഉരുട്ട് കണ്ണിനെ തുറക്കുന്ന ഒരു പവർ നിന്നിൽ വ്യാപരിക്കും. കർത്താവിന്റെ വ്യക്തിത്വത്തെയും കർത്താവിന്റെ പേഴ്സണാലിറ്റിയെയും കർത്താവിന്റെ ശുശ്രൂഷയെയും അഭിഷേകത്തെയും പ്രായത്തെയും ഒക്കെ കുറെ അസൂയ നിറഞ്ഞ പരീശന്മാർ വെല്ലുവിളിക്കുമ്പോഴും സമൂഹത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന, തകർന്ന, നിരാശയുള്ള, രോഗത്താൽ ഭാരപ്പെടുന്ന ലക്ഷങ്ങൾ, ആയിരങ്ങൾ അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാം. എറിയാൻ കല്ലുമായി നിൽക്കുന്ന കുറച്ചു പേരുണ്ട്, കുറച്ചു പേരേ ഉള്ളൂ. വ്യഭിചാരപുത്രൻ എന്ന് പറയുന്നവരുണ്ട്, ഭൂതമാന്ന് പറയുന്നവരുണ്ട്, കളിയാക്കുന്നവരുണ്ട്. അത് കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. പക്ഷെ മറുഭാഗത്ത് അവനെ ഒന്ന് കാണാൻ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലേലും ഒന്ന് തൊടാൻ കർത്താവിന്റെ ദാസന്മാരോട് ഞാൻ സംസാരിക്കുന്നു. സിറ്റ് പ്ലീസ്. ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട് ഞാൻ സംസാരിക്കുന്നു. അപമാനിക്കുന്നവരുടെ നടുവിലും, ഭൂതമുണ്ടെന്ന് വിമർശിക്കുന്നവരുടെ നടുവിലും, ശമര്യനെന്ന് വിധിക്കുന്നവരുടെ നടുവിലും, വ്യഭിചാരപുത്രൻ എന്ന് വിശേഷിപ്പിച്ചവരുടെ നടുവിലും, തരം കിട്ടിയാൽ എറിയാൻ കല്ലുമായി കയ്യിൽ കരുതി നിൽക്കുന്നവരുടെ നടുവിലും, അന്ധന്റെ കണ്ണ് തുറക്കാനുള്ള കരുത്ത്, എറിയുന്നവൻ എറിയാൻ നിൽക്കുന്നവന്റെ കൈക്കില്ലാത്ത കരുത്ത്,
അപമാനിക്കുന്നവന് ചെയ്യാൻ കഴിയാത്ത ശുശ്രൂഷ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. You never lose your vision. ചർച്ചിനോട് ഞാൻ പറയുക, you never lose, you never divert your vision. നിന്റെ കുടുംബത്തിലോ നീ ആയിരിക്കുന്ന സമൂഹത്തിലോ നിന്നെ ഡിസ്കറേജ് ചെയ്യുന്നവർ കാണും. വേറെ നിലകളിലൊക്കെ നിന്നെ കാണുന്നവർ കാണും. നിന്നെ എതിർക്കുന്നവർ കാണും. നിന്റെ ടാർഗറ്റ് അവരല്ല. മറുഭാഗത്ത് നിന്നെ ആവശ്യമുള്ള ലക്ഷോപലക്ഷം ജനങ്ങളും എറിയാൻ കയ്യിൽ കല്ലുമായി നിൽക്കുന്നവനല്ല നിന്റെ സബ്ജക്റ്റ്. പാസ്റ്റർമാരെ, നിങ്ങളുടെ വിഷൻ ചേഞ്ച് ആകരുത്. സഭയിലുള്ളവരോട് പറയുന്നു, നിങ്ങളുടെ വിഷൻ പോകരുത്. ക്രിസ്തുവിൽ നീ ആരാന്നുള്ള ഉറപ്പ് നിനക്ക് വേണം. ഒരിക്കലൊരു മനുഷ്യൻ വേട്ടയ്ക്ക് പോയി തോക്കുമായി. പുള്ളിക്കാരൻ കാട്ടിലെത്തി. ആദ്യം പുള്ളി വലിയൊരു കാട്ടുപോത്തിനെ കണ്ടു. ഒരു 500 അധികം കിലോ തൂക്കമുള്ള ഭാരമുള്ള വലിയൊരു കാട്ടുപോത്തിനെ പുള്ളി കണ്ടു. കാട്ടുപോത്തിനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു മാൻ അതുവഴി ചാടിപ്പോയി. പുള്ളി പെട്ടെന്ന്, കാട്ടുപോത്തായിരിക്കുമോ നല്ലത് മാനായിരിക്കുമോ? കാട്ടുപോത്തിനെ അവിടെ നിർത്തിയേച്ചും ഫോക്കസ് മാറ്റി മാൻ്റെ പുറകെ പോയി. മാൻ ഓടിപ്പോയി. മാനെ കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോൾ കാട്ടുപോത്തിനെയും കാണുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ ഇലയുടെ ഒരു അനക്കം കേട്ടു. ചെവിയനായിരുന്നു മുയൽ. വെട്ടിവെച്ചു. മുയലുമായിട്ട് പോയി. ആ രംഗം ഒന്ന് കാണണം. കാട്ടുപോത്തിനെ ഫോക്കസ് ചെയ്ത് ഇറങ്ങിയതാ പുള്ളി. 500-ലധികം കിലോ ഉള്ള കാട്ടുപോത്തിനെ ഫോക്കസ് ചെയ്തായിരുന്നു പുള്ളി ഇറങ്ങിയത്. ശുശ്രൂഷയുമായിട്ട് കണക്ട് ചെയ്യുക ഞാൻ. ഇതിൻ്റെ ഇടയിലൂടെ ചാടുന്ന മാനെ നോക്കാൻ പോയി. ഇതിൻ്റെ ഇടയിലൂടെ ചാടിയതിനെ നോക്കാൻ പോയി. ഇപ്പം കൊച്ചു മുയലുമായിട്ട് നടക്കുക. ആരും മിണ്ടുന്നില്ല. ഇടയ്ക്കൂടെ ചാടുന്നതിനെ ഒന്നും നോക്കണ്ട. ഒന്ന് കൈയടിച്ച് കർത്താവിനെ, ഇടയ്ക്കൂടെ ചാടുന്നതിനെ ഒന്നും നോക്കണ്ട. നിന്റെ ഫോക്കസ് കറക്റ്റ് ആയിരിക്കണം. ഒന്ന് കരമടിച്ച് കർത്താവിനെ, നിന്റെ ഫോക്കസ്. ജീസസ്, ജീസസ്. Lift your hand and say hallelujah. Hallelujah. Jesus. പെട്ടെന്ന് പറയാം. ഈ കുരുടനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ജന്മനാ കുരുടൻ എന്നാണ്. ജന്മനാ കുരുടൻ. അപ്പോൾ അവൻ ഭാവി നഷ്ടപ്പെട്ടവനാണ്, ഭിക്ഷക്കാരനാണ്, പുരോഗതി പ്രാപിക്കാനുള്ള യാതൊരു സാഹചര്യങ്ങളും അവൻ്റെ മുമ്പിലില്ല. പക്ഷെ നിങ്ങൾക്കൊരു സത്യം അറിയാമോ? ഇവൻ ഭിക്ഷക്കാരനായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോഴും ഇവൻ്റെ ഫാമിലി ഹിസ്റ്ററി ഒന്ന് നോക്കണം. ബൈബിൾ പറയുന്നു, 1, ഇവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ പരീശന്മാർ ഇവൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഇവൻ്റെ അപ്പനെയും അമ്മയും വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എങ്ങനെയാണ് സൗഖ്യം പ്രാപിച്ചത്? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? അപ്പോൾ ഉടനെ അപ്പനും അമ്മയും കൂടെ പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, നിങ്ങൾ അവനോട് ചോദിക്കാൻ പറഞ്ഞു. യേശു അവനെ സൗഖ്യമാക്കിയ കാരണം കൊണ്ടും അവൻ സാക്ഷിയായ കാരണം കൊണ്ടും അവനെ പള്ളിപ്രഷ്ഠനാക്കി. വായിച്ചിട്ടുണ്ടോ? പക്ഷെ ഞാൻ ഈ പറയുന്നതൊക്കെ പെട്ടെന്ന് അങ്ങ് വായിച്ച് അവരോടും കേട്ടോളൂ. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ക്രിസ്തുവിനെ ഏറ്റു പറയുന്നവൻ പള്ളിപ്രഷ്ഠനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട്, യേശു സൗഖ്യമാക്കിയത് കൊണ്ട്, യേശുവിനെ അറിഞ്ഞതുകൊണ്ട് പള്ളിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നോ? മെമ്പർഷിപ്പ് ഇല്ലാത്തവനെ എങ്ങനെയാണ് പുറത്താക്കുന്നത്? പള്ളി പ്രശ്നനാക്കിയോ? പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ? പുറത്തായോ? പുറത്താക്കി.
പള്ളിയിൽ നിന്ന് പുറത്താക്കി. 2, ഇവന് വീടുണ്ടായിരുന്നോ? പറ. ഉണ്ടായിരുന്നു. വീടുണ്ടായോണ്ടല്ലേ അവൻ്റെ വീട്ടിൽ ചെന്നേ. അപ്പനും അമ്മ ഉണ്ടായിരുന്നോ? അപ്പനും അമ്മ ഉണ്ടായോണ്ടല്ലേ അപ്പനും അമ്മയോട് ചെന്ന് ചോദിച്ചേ. അപ്പൊ അവന് വീടുണ്ടായിരുന്നു, അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, അവനൊരു ഇടവകയിൽ ഒരു പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, എല്ലാ ചുറ്റുപാടുകളും ഇവനുണ്ടായിരുന്നിട്ടും ഇവന്റെ ജീവിതം തെരുവിലായി. ഇത് നിന്നോടുള്ള പ്രവചനമാണ്. നിനക്ക് ഉയരാൻ, അനുഗ്രഹിക്കപ്പെടാൻ, നിനക്ക് പഠിക്കാൻ, മാനിക്കപ്പെടാൻ എല്ലാ സാഹചര്യങ്ങളും നിനക്കുണ്ടായിരുന്നിട്ടും നിനക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും എൻ്റെ അവസ്ഥ എന്താ ഇങ്ങനായി പോയേ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കാണാൻ യേശു വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ ഐ ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. അവനെല്ലാം ഉണ്ടായിരുന്നെങ്കിലും, അവനെല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും, ഇവന്റെ ഒരു വിഷയം വന്നപ്പോഴേ പള്ളിക്കാരൊക്കെ ഇറങ്ങി വന്നു, നാട്ടുകാരിടപെട്ടു. ഈ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നിങ്ങൾ ഈ ചില ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാൽ യേശു പറഞ്ഞതെല്ലാം ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അല്ലെ, നിങ്ങൾ മലയാളത്തിൽ ഇന്ന് രാത്രി പോയി നോക്കിയാലും മതി. ഈ 9-ാം അധ്യായത്തിൽ 41 42 വാക്യമുണ്ട്. എത്ര വാക്യമുണ്ട്? 41 വാക്യമുണ്ട്. ഈ 41 വാക്യത്തിൽ യേശു മിണ്ടിയത് 8 9 വാക്യമേ ഉള്ളൂ മൊത്തത്തിൽ. ബാക്കി മുഴുവൻ നാട്ടുകാരിടപെട്ടതും പള്ളിക്കാരിടപെട്ടതും സൊസൈറ്റി ഇടപെട്ടതും സമൂഹം സംസാരിച്ചത്. അപ്പൊ ഇവന് വേണ്ടിയിട്ടൊരു കമ്മ്യൂണിറ്റി ഇനി രംഗത്ത് വന്നു, ഇവന് വേണ്ടിയിട്ടൊരു സമൂഹം ഇനി പുറത്തു വന്നു. പക്ഷെ ഇവന് ഒരുപാട് ബന്ധവും കണക്ഷനും വീടും അപ്പനും അമ്മയും പള്ളിയിൽ മെമ്പർഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവന്റെ ഭാവി നഷ്ടപ്പെട്ടിരുന്നു. എല്ലാം ഉണ്ടായിട്ടും, എല്ലാം നിന്റെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായി ഉണ്ടായിരുന്നിട്ടും നിന്റെ ഭാവി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നെ കേൾക്കുന്നെങ്കിൽ, ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, നിന്റെ ഭാവിയെ മുഴുവൻ തിരിക്കാൻ യേശുവിന് കഴിയും. നിനക്ക് ഒരു പുതിയ ജീവിതം തരാൻ യേശുവിന് കഴിയും. നിനക്കൊരു പുതിയ ജീവിതം തരാൻ യേശുവിന് കഴിയും. 2, ഈ കുരുടന്റെ ഒന്നാമത്തെ പ്രശ്നം ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. 2-ാമത്തെ വിഷയം, കുരുടന്മാരുടെ 2-ാമത്തെ പ്രശ്നം എന്നറിയാം, പുതുമ നഷ്ടപ്പെട്ടവരാ. പറഞ്ഞേ, പുതുമ നഷ്ടപ്പെട്ടവർ. അവർക്ക് എന്തെങ്കിലും പുതിയത് കാണാനുണ്ടോ? അവർക്ക് എന്തെങ്കിലും പുതിയത് കണ്ട് ആസ്വദിക്കാനുണ്ടോ? ഒന്നുമില്ല. അവരുടെ കണ്ണിൽ എപ്പോഴും ഇരുട്ടാണ്. ഇന്നലെ സൗഖ്യമായ അമ്മച്ചി പറഞ്ഞു, എൻ്റെ കണ്ണിലോട്ടൊരു വെളിച്ചം വന്നടിച്ചു, എൻ്റെ കണ്ണിലെ ഇരുട്ട് പോയി. That light is Jesus. Amen. Hallelujah. Hallelujah. ഇവന്റെ 2-ാമത്തെ പ്രശ്നം, ഇവന് ജീവിതത്തിൽ ഒരു പുതുമയില്ല. ബ്രദറെ, രാവിലെ എഴുന്നേൽക്കുന്നു, ജോലി ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, എല്ലാ ദിവസവും ഒരുപോലെ പോകുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു പുതുമയില്ല, എനിക്ക് പുതുതായിട്ടൊന്നും കാണാനില്ല. എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് ഞാൻ ഒരേ കാര്യം തന്നെ വർഷങ്ങളായി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു പുതുമയും പറയാനില്ല. കർത്താവ് നിന്നെ തൊട്ടാൽ, യേശു നിന്റെ അടുത്ത് വന്നാൽ നീ ചില പുതിയ കാഴ്ചകൾ കാണും. വിശ്വസിക്കുന്നവരുണ്ടോ? ചില പുതിയ കാഴ്ചകൾ നീ കാണും. ഇത് ഒരു പ്രവചനമാണ്, ഇതൊരു ദൂതാണ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് റിലീസ് ആകുന്നത് എനിക്കറിയാം. ചില കാര്യങ്ങൾ ഞാൻ പറയുന്നത് പരിശുദ്ധാത്മാവ് അത് റിലീസ് ചെയ്യുന്ന എനിക്കറിയാം.
നിന്റെ ജീവിതത്തിൽ എന്നും ഒരേ കാര്യങ്ങൾ കണ്ട് 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 നീ മനസ്സ് മടുത്താണ് ഇവിടെ ഇരിക്കുന്നതെങ്കിൽ, നിന്റെ ലൈഫ് എന്നും ഒരേ റൊട്ടീനിലാണ് പോകുന്നതെങ്കിൽ, നിന്റെ ജീവിതത്തെ ദൈവം റിഫ്രഷ് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഒന്ന്, ഭാവി നഷ്ടപ്പെട്ടവൻ. രണ്ട്, പുതുമ നഷ്ടപ്പെട്ടവൻ. മൂന്നാമത് കുരുടന്റെ ഒരു പ്രശ്നമുണ്ട്. എന്നറിയോ? വേഗത നഷ്ടപ്പെട്ടവൻ. വേഗത. കേൾക്കുന്നോ? നിങ്ങളെപ്പോലെ വേഗതയില്ല അന്ധന്മാർക്ക്. നിങ്ങൾ ഓടി ബസ്സിൽ കയറുന്നത് പോലെ അവർക്ക് കയറാൻ പറ്റുകയില്ല. നിങ്ങൾ ഓടി വീട്ടിൽ കയറുന്നത് പോലെ അവർക്ക് കയറാൻ പറ്റുകയില്ല. നിങ്ങൾ ഓടി ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് സാധനം മേടിക്കുന്ന പോലെ അവർക്ക് മേടിക്കാൻ പറ്റുകയില്ല. ജീവിതത്തിൽ വേഗത നഷ്ടപ്പെട്ടവരാണ് അന്ധന്മാർ. പക്ഷെ യേശു അവനെ തൊട്ടു, യേശു അവനെ കണ്ടു. കർത്താവ് തുപ്പി മണ്ണെടുത്ത് കുഴച്ച് അവന്റെ കണ്ണിൽ പുരട്ടി. ശിലോഹാം കുളത്തിൽ പോയി നിന്റെ കണ്ണ് കഴുകാൻ പറഞ്ഞു. അപ്പോഴും അവൻ പോകുന്നത് വേഗതയില്ലാത്തവനായിട്ടാണ്. പക്ഷേ ആ പ്രവൃത്തി ചെയ്ത് കാഴ്ച പ്രാപിച്ച് അവൻ തിരികെ പോകുന്നത് ആ പഴയ വേഗതയിലല്ല. യേശു നിന്നെ തൊട്ടാൽ ഡിലേ ആയി കിടക്കുന്ന പലതും വേഗത കൂടും. ചിലതൊക്കെ വളരെ ഫാസ്റ്റ് ആവും. ഡിലേ ആയി ഇങ്ങനെ തപ്പിയും തടഞ്ഞും പോയത് നീ കൂളായിട്ട് കേറി പാമ്പു. അതിനകത്ത് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഭാവി നഷ്ടപ്പെട്ടവൻ, പുതുമ നഷ്ടപ്പെട്ടവൻ, വേഗത നഷ്ടപ്പെട്ടവൻ. യേശു അവനെ കണ്ടു എന്ന ഒറ്റ വാക്കിൽ ഇത് മുഴുവൻ മാറി എന്നുള്ളതാണ്. ഞാൻ വീണ്ടും വീണ്ടും കർത്താവിനോട് പറയുന്നു, യേശു നിന്നെ തൊട്ടാൽ ചിലത് സ്പീഡാവും. കർത്താവ് അവന്റെ കണ്ണിനെ സൗഖ്യമാക്കിയ ശേഷം ക്യാൻ യു പ്ലീസ് ഇമാജിൻ ദാറ്റ്? ചിന്തിച്ചു നോക്കിയേ, അവൻ ആ പഴയ വേഗതയിലാണോ ഇപ്പൊ കാര്യങ്ങൾ? അല്ല. അവന്റെ സ്പീഡ് കൂടി കാണത്തില്ലേ? അവൻ ജോലി ചെയ്യുന്നതിന്റെ, നടക്കുന്നതിന്റെ, പോകുന്നതിന്റെ ഒക്കെ സ്പീഡ് കൂടി കാണത്തില്ലേ? കർത്താവ് നിന്നെ തൊട്ടാൽ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നിന്ന പലതും, ഇത് എനിക്ക് അറിഞ്ഞൂടാ. നിന്റെ വിസ ആയിരിക്കാം, നിന്റെ എക്സാമിന്റെ റിസൾട്ട് ആയിരിക്കാം, നിന്റെ ജോലി ആയിരിക്കാം, നിന്റെ ഭവനത്തിന്റെ പണിയായിരിക്കാം, നിന്റെ തലമുറയുടെ വിവാഹമായിരിക്കാം, നിന്റെ കുടുംബ ജീവിതത്തിന്റെ നന്മയായിരിക്കാം, നിന്റെ സാമ്പത്തിക ഡിലേ ആയി കടന്നത്, മന്ദഗതിയിൽ പോയത്, യേശുവിൻ നാമത്തിൽ വളരെ വേഗത്തിൽ സംഭവിക്കട്ടെ. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നും ആകാൻ പറ്റിയില്ലെന്നുള്ള പരാതിയുള്ളവരുണ്ടോ? ജീവിതത്തിൽ എനിക്കൊരു പുതുമയില്ല ബ്രദറെ. എല്ലാ ദിവസവും ഉണരുന്നു, കഴിക്കുന്നു, ഉറങ്ങുന്നു. വർഷങ്ങളായി എൻ്റെ ജോലി ഒരുപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്കൊന്നും പുതിയത് പറയാനില്ല. ഞാനിത് പറയുമ്പോൾ അത് റിലീസാണെന്ന് എനിക്കറിയാം. നിന്റെ ജീവിതത്തിൽ പുതുമയുള്ള വ്യത്യസ്തമായ ചില വിടുതലുകളെ ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ചെയ്യാൻ പോകും. നിന്റെ ശുശ്രൂഷയിൽ അത് വെളിപ്പെടും, നിന്റെ കുടുംബത്തിൽ അത് വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കും. ഡിലേ ആയി കിടക്കുന്നത് മുഴുവൻ മാറട്ടെ, എല്ലാം മാറട്ടെ. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവായിരിക്കട്ടെ. അതിനെ തുറന്ന് യേശുവേ എന്ന് വിളിച്ച്. ഇനി ഒരു സംഭവം കൂടെ ഞാൻ പറയാം. അത് എനിക്കറിയാം, ആരെയോ ഇതിനകത്ത് ദൈവം ടാർഗറ്റ് ചെയ്യുക. ഇവൻ സൗഖ്യമായി, ഇവൻ സാക്ഷിയായി. ഇതറിഞ്ഞ പരീശന്മാർ, പള്ളിപ്രമാണികൾ ഇവന്റെ വീട്ടിൽ ചെന്നു. അപ്പനും അമ്മയും പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുക അവൻ എങ്ങനെയാ സൗഖ്യമായെന്ന്. കാരണം യേശുവാണ് അവനെ സൗഖ്യമാക്കിയതെന്ന് അപ്പനും അമ്മയും പറഞ്ഞാൽ അവരെയും പള്ളിയിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് അവർ മിണ്ടിയില്ല.
നല്ലൊരു രസകരമായ ഏറ്റവും ശക്തമേറിയ ഒരു ഭാഗം അവിടെയുണ്ട്. യേശു ഇവനെ സൗഖ്യമാക്കി കഴിഞ്ഞ് പിന്നെ യേശുവിനെ കണ്ടിട്ടേയില്ല. യേശുവിൻ്റെ വഴിക്ക് പോയി, കർത്താവ് അടുത്ത സ്ഥലത്ത് പോയി. പക്ഷേ ബൈബിളിൽ യോഹന്നാൻ 9 പറയുന്നൊരു വാക്കുണ്ട്, ഇവനെ പള്ളിപ്രഷ്ടനാക്കി എന്ന് യേശു അറിഞ്ഞാറേ കർത്താവ് അവനെ തിരക്കി അവൻ്റെ അടുക്കൽ വന്നു. മനസ്സിലായോ? അവനെ പള്ളിപ്രഷ്ടനാക്കി എന്ന് യേശു അറിഞ്ഞാറേ യേശു അവൻ്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ സമൂഹം അവനെ ഒറ്റപ്പെടുത്തി. കർത്താവ് വിടിവിച്ചവനെ, കർത്താവ് സൗഖ്യമാക്കിയവനെ യേശുവിൽ വിശ്വസിച്ച കാരണം കൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും ഇടവകക്കാരും എല്ലാവരും അവനെ പുറത്താക്കി. അവൻ ഒറ്റപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ, അവൻ പള്ളിയിൽ നിന്ന് പുറത്തായെന്നറിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാനും പള്ളിക്കകത്തല്ല, ഞാനും പുറത്താ, കൂടെ ഉണ്ട്. വായിച്ച ആ ഭാഗം, അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ മതി, അവനെ പുറത്താക്കി, പള്ളിയിൽ നിന്ന് പുറത്താക്കി, വീട്ടിൽ നിന്ന് പുറത്താക്കി. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവൻ ഒറ്റപ്പെട്ടു പോയി എന്ന് കേട്ടപ്പോൾ കർത്താവ് അവൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു? കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരോട് ഞാൻ ചോദിക്കുക, നീ നിന്നെ വിളിച്ചവനിൽ വിശ്വസിക്കുന്നു? ഇതിനകത്തൊക്കെ ഇറങ്ങി വന്നത് എന്തോ അബദ്ധമായി എന്ന് ചിന്തിക്കുന്ന നിന്നോട് ആത്മാവ് ചോദിക്കുന്നു, നിന്നെ വിളിച്ചവനിൽ നീ വിശ്വസിക്കുന്നോ? 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 വിശ്വസിക്കുന്നെങ്കിൽ നിന്നെ പുറത്താക്കിയവനും നിന്നെ എതിർത്തവനും മുഴുവൻ കാണും. നീ ഒരത്ഭുതമാകും, കണ്ടിരിക്കും. ഒറ്റപ്പെട്ടു പോയെന്ന് ആരും കരുതില്ല. ഒറ്റപ്പെട്ടവന്റെ അരികിൽ ഓടിയെത്തുന്ന ക്രിസ്തുവിനെ നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ചിന്തിച്ച്, അതുവരെ യേശു വന്നോ? സൗഖ്യമായി പോയ കർത്താവ്, ആക്കിപ്പോയ കർത്താവ് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല, പിന്നെ അവനെ കണ്ടിട്ടില്ല. പക്ഷെ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. എവിടോ കേട്ടു, കർത്താവെ നീ സൗഖ്യമാക്കിയവനെ പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കി, നിന്നിൽ വിശ്വസിച്ച കാരണം കൊണ്ട് എല്ലാവരും അവനെ എതിർത്ത് അവനിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുകയെന്ന് യേശു കേട്ടു. ഉടൻ തന്നെ കർത്താവ് അവൻ്റെ അരികിലെത്തുകയാണ്. നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു? 36-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ ബൈബിളിൽ അവൻ പറയുന്നു, അതിന് അവൻ യജമാനനെ, അവൻ ആരാകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. 37-ാമത്തെ വാക്യം, ദ ബൈബിൾ സേസ്, യേശു അവനോട്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ. കൈകളെ ഉയർത്താം, 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 പ്രാർത്ഥിക്കാം. നീ അവനെ കണ്ടിട്ടുണ്ട്, നീ അവനെ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽ നിന്നോട് സംസാരിച്ചത് അവൻ തന്നെയാണ്. ഇന്ന് പകൽ നിന്നോട് സംസാരിച്ചത് അവൻ തന്നെയാണ്. അവൻ്റെ ആത്മാവ് തന്നെയാണ്. ആ മാർവിൽ ചാരിയിടാം, എല്ലാം പറയാം. പറഞ്ഞേ 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 പറഞ്ഞേ. നിന്നെ അവർ കൈവിടുകയല്ല. നിന്നെ സൗഖ്യമാക്കിയവൻ, നിന്നെ വിടിവിച്ചവൻ നിന്റെ ഒപ്പമുണ്ട്. നിന്റെ ഭാവി നഷ്ടപ്പെട്ടെങ്കിൽ, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടെങ്കിൽ, വേഗത നഷ്ടപ്പെട്ടെങ്കിൽ, ഇന്ന് പകൽ കർത്താവിന് സകലതും നിന്നിലേക്ക് തിരികെ തരാൻ കഴിയും. പ്രാർത്ഥിച്ചേ. ഒത്തിരി ഒത്തിരി പുതുമയുള്ള ദൈവപ്രവൃത്തികളെ കാണാൻ ഈ ദിവസങ്ങളിൽ നിന്റെ മക്കളുടെ കണ്ണുകൾക്ക് ഭാഗ്യം കൊടുക്കുന്ന കർത്താവിന് നന്ദി. നഷ്ടപ്പെട്ട ഭാവിയെ തിരികെ കൊടുക്കുന്നതിന് നന്ദി. കണ്ടുമുട്ടിയ കർത്താവിന്റെ കൂടെ നിൽക്കാൻ, ലോകം മുഴുവൻ എതിർക്കുമ്പോഴും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും ആ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് കൃപ കൊടുക്കണേ. എറിയാൻ കല്ലുമായി നിൽക്കുന്നവരുടെ മധ്യയിലും എതിർക്കുന്നവരുടെ നടുവിലും ഇവരെ വിളിച്ചവൻ ആരെന്നുള്ള ബോധ്യം നിന്റെ മക്കളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. ഈ
നിന്റെ ജനത്തെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ ഒരു അത്ഭുതമായിരിക്കട്ടെ, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, പുതുമയുള്ള ദൈവപ്രവൃത്തികൾ ഇവരിൽ ഉണ്ടാകട്ടെ, ഇവരുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ വേഗത വർദ്ധിക്കട്ടെ. സ്വർഗം അത്ഭുതം ചെയ്യുന്നതിന് നന്ദി.